നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് പറയുന്ന കാര്യം ഇന്ന് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോ പെൺകുട്ടികൾക്കും പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു 20-25 വയസ്സാകുമ്പോൾ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങും അല്ലേ? നമ്മൾ അവരോട് പറയുന്നത് എന്താ? ഇനി സമയമായി, ലൈഫിലൊന്ന് സെറ്റിൽ ആകണം. ഇതാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സെറ്റിലാകാമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് ചേരുന്നൊരാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളൊരർത്ഥമാണോ ഈ സെറ്റിലാകുക എന്ന് പറഞ്ഞാലുള്ളത്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സെറ്റിലാകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വെക്കണം. കേൾക്കുമ്പോൾ തോന്നും വീട് വെക്കാനോ, അത് അത്ര സിമ്പിളാണോ? സിമ്പിളല്ല, പക്ഷേ ഇമ്പോസിബിളുമല്ല. നമ്മളുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതെ, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, തീർച്ചയാണ് ആ കാര്യത്തിൽ. പക്ഷേ അതുപോലെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു കാലത്ത് അവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. പെൺകുട്ടികളെ നമ്മളത് പഠിപ്പിച്ചിരിക്കണം. അവരോട് പറയണം, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 60% സേവ് ചെയ്തിട്ട് 40% സ്പെൻഡ് ചെയ്യുക. അങ്ങനെ അവരുടെ 20s അവരത് ശീലിച്ച് വരുമ്പോൾ പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അങ്ങനെ ഒരു കാലത്ത് അവർക്കും പറ്റും അവരുടേതായൊരു വീട് വെക്കാൻ. അപ്പോൾ അച്ഛൻ്റെ വീടെന്നോ ഭർത്താവിൻ്റെ വീടെന്നോ അല്ലെങ്കിൽ ഭർത്താവുമായി ചേർന്ന് വെച്ച വീടൊന്നോ ഒന്നുമില്ലാതെ സ്വന്തം വീട്, ഒരിക്കലും തന്നെ ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല എന്നുറപ്പുള്ള സ്വന്തം വീട്, അതാണ് അവൾ ലൈഫിൽ സെറ്റിലാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവരെ അത് പഠിപ്പിക്കുമ്പോൾ പിന്നെ ഒരു കാലത്തും അവർക്ക് ആരുടെ മുന്നിലും തല കുനിക്കാതെ തല നിവർത്തി ജീവിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.